പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഹരികുമാർ, ഈ വാർഡിൻ്റെ കൗൺസിലർ, അതേപോലെ തന്നെ നമ്മുടെ MD പ്രമോദ്, അതേപോലെ തന്നെ ഇവിടെ സന്നിധിയായിട്ടുള്ള പൂന്തുറ കൗൺസിലർ ശ്രുതിമോൾ, അതുപോലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയായിട്ടുള്ള ലക്ഷ്മി, എൻ്റെ സഹപ്രവർത്തകർ സാജു അടക്കമുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട വനിതാ സുഹൃത്തുക്കളെ, യാത്രക്കാരികളെ, എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരു പിങ്ക് ബസ് എന്ന ഒരു പേരിൽ നിറത്തിലൊരൽപ്പം പച്ച ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ പിങ്കാണ്. അതുകൊണ്ട് പിങ്ക് വരും, ഉടനെ വരും. എന്തായാലും ഈ പിങ്ക് ബസ്സിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ് പ്രിയദർശിനി പദ്ധതിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. തൊഴിലെടുക്കുന്ന സ്ത്രീകൾ എത്ര ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അവർ തൊഴിലിടത്തിലേക്ക് വന്നതും പോയതും എന്ന് പൊതു സമൂഹത്തിന് മനസ്സിലായത് പ്രിയദർശിനി വന്നപ്പോഴാണ്. ഓരോരുത്തരും അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പദ്ധതിയായിട്ടാണ് പ്രിയദർശിനിയെ കണ്ടത്. ആ സന്ദർഭത്തിലാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ടെക്നോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, അവർക്ക് സാമ്പത്തികമല്ല അവരുടെ പ്രശ്നം, അവരുടെ പ്രശ്നം സൗകര്യമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗകര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു രാഷ്ട്രീയമാണ്. കാരണം സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നൊരു സമൂഹമാണ് ഒരു ജനാധിപത്യ സമൂഹം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ടിക്കറ്റ് എടുത്തോളാം, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു ബസ് ഇട്ട് തരണമെന്ന് അവിടുത്തെ വനിതകൾ പറഞ്ഞപ്പോൾ അത് വളരെ ശരിയാണെന്ന് തോന്നി. അവർക്ക് സുരക്ഷിതത്വമാണ് പ്രശ്നം. ആ സുരക്ഷിതത്വം രാത്രിയാണ്. രാത്രി 8 മണിക്കും 10 മണിക്കുമുള്ള 2 ട്രിപ്പാണ് ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് പിങ്ക് ബസ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതിൻ്റെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഇതേ ബസ് തന്നെ കാലത്ത് അത് വെറുതെ കിടക്കില്ല. കാലത്ത് സ്ത്രീകളും കുട്ടികളും, അതിപ്പോൾ ആൺകുട്ടികളുണ്ടെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ കയറ്റാം, അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ട്രെയിൻ ഇറങ്ങുന്ന അമ്മയും കുട്ടികളും ഉണ്ട്, അമ്മമാരും കുട്ടികളും. അവർ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ളവരുണ്ട്, മെഡിക്കൽ കോളേജിൽ വരുന്നവരുണ്ട്. അപ്പം മെഡിക്കൽ കോളേജിനകത്തേക്കൊന്ന് കയറി അവരെ അവിടെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പിങ്ക് ബസ്സിൻ്റെ കാലത്തെ ഡ്യൂട്ടി. വൈകുന്നേരത്തെ ഡ്യൂട്ടി ഈ ടെക്നോ പാർക്കിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ ശാസ്ത്രീയമായി നമ്മൾ ബസ്സുകളെല്ലാം റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബസ് യുഗം നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ബസ് എന്ന് പറയുന്നത് എന്തോ ഒരു മോശമാണ്, കാറാണ് വലിയ കാര്യം എന്നുള്ള ആ സങ്കല്പത്തിൽ നിന്ന് മാറി കാറുകളൊന്നുമല്ല, നമ്മുടെ പഴയ ബസ്സാണ് ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യാത്രാവാഹനം എന്നുള്ള ഒരു സന്ദേശം നൽകാൻ KSRTCക്ക് കഴിഞ്ഞു. ഇതോടുകൂടി KSRTC ഒരു ബ്രാൻഡായിട്ട് മാറി. KSRTC ജീവനക്കാരുടെ അന്തസ്സ് വളരെയധികം ഉയർന്നു. അപ്പോൾ അവർക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത്രയും ഫ്രീ ആയിട്ട് കൊടുത്ത ശമ്പളം കിട്ടുമോ? ശമ്പളം നേരത്തെ കിട്ടി. അപ്പോൾ ഈ മാസം ബദലിക്കാർക്ക് ശമ്പളം കിട്ടുമെന്ന് പേടിയുണ്ട്. അവർക്ക് ഒരാഴ്ച നേരത്തെ കിട്ടി. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ആർക്കും വരില്ല. ജീവനക്കാർ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ എല്ലാ യൂണിയനിലും പെട്ട ആളുകളോടും ഒരു യൂണിയനിലും പെടാത്തവരോടും പ്രത്യേകം നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് പറയാം. കാരണം അവർ ഡബിൾ ജോലി ചെയ്യുന്നുണ്ട്. കാരണം 50 പേര് കയറിയിരുന്ന വണ്ടിയിൽ 100-150 ആൾ കയറുകയാണ്. അവർക്കെല്ലാം ടിക്കറ്റ് കൊടുക്കണം. അപ്പോൾ ആ ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് അവർ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് വിജയിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ യൂണിയനുകൾക്കും, KSRTCയിലെ എല്ലാ ട്രേഡ് യൂണിയനുകൾക്കും ഞാൻ ഒപ്പം ഇവിടെ നന്ദി പറയുകയാണ്. മാധ്യമങ്ങൾക്ക് നന്ദി പറയുകയാണ്. പക്ഷെ ചെറിയ ചില കുഴപ്പം ഞാൻ കാണുന്നുണ്ട്. അതിനെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും അത് ചെയ്യുന്നവർ വളരെ ബുദ്ധിമുട്ടിൽ അകപ്പെടുമെന്നൊരു മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. 1-2 കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് പുരുഷന്മാർക്ക് 0 ടിക്കറ്റ് ആരോ കൊടുത്തു. ഇല്ല, ചിലപ്പോൾ തെറ്റ് പറ്റിയതായിരിക്കാം, കൈത്തെറ്റ് പറ്റിയതായിരിക്കാം. ഇപ്പോൾ അതങ്ങ് വിടുകയാണ്. ഇനി അത് എവിടെയെങ്കിലും ആവർത്തിച്ചാൽ അത് പിന്നെ ആവർത്തിക്കേണ്ടി വരാത്തൊരു സ്ഥിതിയായിരിക്കും ഉണ്ടാകുന്നത് എന്ന് ഞാൻ അവരോട് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും സഹകരണങ്ങൾക്കും നന്ദി. ഈ പിങ്ക് ബസ് പദ്ധതി സംസ്ഥാന തലത്തിൽ ആരംഭിക്കുന്ന ഈ പുതിയ 100 ദിവസ പരിപാടിയിലെ പിങ്ക് ബസ് പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി മന്ത്രിസഭാ അംഗം എന്ന രീതിയിൽ നിങ്ങളെ അറിയിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.